ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഒരു സ്പെഷ്യൽ പ്രൊമോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം പ്രൊമോ ഒന്നും തന്നെ വന്നില്ല. നോർമലി വരാറുള്ള പ്രൊമോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഏറെ നിരാശ തോന്നി. ഇത്ര അധികം നേരമായിട്ടും ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. പക്ഷേ നിരാശയായിരുന്നു ഫലം. നാളെ ആയിരിക്കും ഇനി നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വരിക എന്നാണ് തോന്നുന്നത്. എന്താണെങ്കിൽ അതുകൊണ്ട് നമുക്ക് കാര്യമായൊരു ഉപയോഗവും ഇല്ല. എന്താണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവത്തെ പറ്റിയാണ് ഞാൻ ഈ സ്പെഷ്യൽ പ്രൊമോയിലൂടെ പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നടന്നതും അതിനാൽ തന്നെ ഇനി സംഭവിക്കാൻ പോകുന്നതുമായ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഈ പ്രൊമോയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് പറയാം. നമുക്കറിയാം, ഇന്ന് രാഘവനുണ്ണിയും മുകുന്ദനും തമ്മിൽ ചെറിയൊരു കശപിശ ഉണ്ടായിട്ടുണ്ട്. രാഘവനെ അറിയാലോ, സ്വന്തം അനിയനാണെങ്കിലും ചേട്ടനാണെങ്കിലും ആരാണെങ്കിലും മനസാക്ഷി എന്നൊരു സംഭവം അയാളുടെ മനസ്സിലില്ല. ആ ശംഖചക്രത്തിൽ വലിയ തമ്പുരനായിട്ട് വാഴ്ന്നു പോവുകയാണ് അദ്ദേഹം കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ മുകുന്ദന് വളരെ അത്യാവശ്യമായിട്ട് ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു 2 കോടി രൂപയുടെ ഒരു ആവശ്യവും ഉണ്ട്. വലിയൊരു തുകയാണ് 2 കോടി രൂപ. പക്ഷേ രാഘവനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു തുകയല്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് രാഘവനോട് ചെന്ന് വീണ്ടും കൈനീട്ടി ഈ മുകുന്ദൻ നിൽക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിനു മുമ്പും മുകുന്ദൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ അപ്പോഴും നിരാശ തന്നെയായിരുന്നു പലരും. അന്നും ഇതുപോലെ ആട്ടിപ്പായുകയാണ് രാഘവൻ ചെയ്തിട്ടുള്ളത്. അന്നും ഒരുപാട് നിരാശയോടെ മുകുന്ദൻ പോകുന്നത് കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യരുടെ കാര്യമില്ല, ഇപ്പോഴത്തെ ചില അവസരങ്ങളിൽ അവസ്ഥകൾ മൂലം വീണ്ടും കൈനീട്ടിപ്പോകും. ഒരു വിധത്തിൽ നോക്കിയാൽ മുകുന്ദൻ അങ്ങനെ കൈനീട്ടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ശംഖുചക്രത്തിൽ വലിയ തമ്പുരാനായിട്ട് രാഘവൻ വാണാലും ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ശംഖുചക്രത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഒരു ഓഹരിയുടെ അവകാശം മുകുന്ദന് അവകാശപ്പെട്ടതാണല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ രാഘവൻ ചെയ്യുന്ന ഈ ക്രൂരതയുടെ ഒരു ആഴം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. എന്താണെങ്കിലും ഇന്നും രാഘവൻ നമ്മുടെ മുകുന്ദനെ ആട്ടിപ്പായിച്ചു. മുകുന്ദ, നീ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചത്. എന്താണെങ്കിലും എൻ്റെ അടുത്ത് 2 കോടി പോയിട്ട് 2 ലക്ഷം രൂപ പോലും എനിക്ക് തരാനില്ല. നീ വേറെ എന്തെങ്കിലും പണി നോക്കും മുകുന്ദ എന്ന് പറഞ്ഞ് വളരെ നാണം കെടുത്തുന്ന രീതിയിലാണ് മുകുന്ദനെ അപമാനിച്ച് രാഘവൻ വിട്ടത് കേട്ടോ. അപ്പം വലിയൊരു വൈരാഗ്യത്തിൻ്റെ തീക്കനൽ മുകുന്ദൻ്റെ ഉള്ളിൽ പാകിയിട്ടാണ് ഇന്ന് രാഘവൻ പോയിട്ടുള്ളത്. എപ്പോഴും മനുഷ്യർ ഒരുപോലെ ഇരിക്കും, അല്ലെങ്കിൽ വാലാട്ടി നടക്കും എന്നായിരിക്കും ഒരു പക്ഷേ രാഘവൻ കരുതിയിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. രാഘവനുണ്ണി വളരെ മോശമായ രീതിയിൽ, വളരെ നാണം കെടുത്തുന്ന രീതിയിൽ മുകുന്ദനോട് ഇങ്ങനെ സംസാരിച്ച് പോയതിന് ശേഷം വളരെയധികം വിഷമത്തോടെയും വൈരാഗ്യത്തോടെയും കൂടിയിട്ട് മുകുന്ദൻ ഇന്ദുവിനോട് പറയുന്നുണ്ട്, ഇന്ദു, ഇനി എനിക്കിത് സഹിക്കാനായിട്ട് പറ്റത്തില്ല. ഇയാളുടെ ആട്ടും തൂപ്പും എത്ര കാലമായിട്ട് ഞാൻ സഹിക്കുന്നു. അയാൾ വലിയ തമ്പുരാൻ ചമഞ്ഞിവിടെ നടക്കുകയാണ്. ഇനി ഇത് വെച്ച് പൊറുപ്പിക്കാനായിട്ട് പറ്റത്തില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. മുകുന്ദൻ പല കാര്യങ്ങളും മനസ്സിൽ ചിന്തിച്ചും കണക്ക് കൂട്ടിയാണ് കേട്ടോ ആ ഒരു ഡയലോഗുകൾ പറഞ്ഞത് എന്ന് ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം കേട്ടോ. അത് വേറൊന്നുമല്ല, പക്ഷെ അതിൽ മുകുന്ദൻ എത്രത്തോളം വിജയിക്കും എന്നുള്ളത് നമുക്ക് സംശയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് വലിയൊരു ആപത്തും മുകുന്ദനെ തേടി എത്തും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. താനും കൂടി അനുഭവിക്കേണ്ട സ്വത്താണ് ഈ രാഘവൻ ഒറ്റയ്ക്ക് സുഖിക്കുന്നത് എന്നൊരു ചിന്ത മുകുന്ദൻ്റെ ഉള്ളിൽ കടന്നുകൂടും. അങ്ങനെ അതിനുശേഷം മുകുന്ദൻ ഗോവിന്ദനെ പോയി കാണും. അങ്ങനെ ഗോവിന്ദനോട് പറയും, ഗോവിന്ദ, എനിക്കിനി സഹിക്കാനായിട്ട് പറ്റത്തില്ല. ഏട്ടന് വലിയ തമ്പുരാൻ കളിക്കുകയാണ്, അത് പറ്റത്തില്ല. എനിക്ക് എൻ്റെ ഭാഗം കിട്ടണം. എൻ്റെ ഓഹരി, ഈ വീട്ടിൽ ശംഖചക്രത്തിൽ നിന്നുള്ള ഓഹരി കിട്ടണം. അതിനെന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. ഏട്ടൻ കൂടി എൻ്റെ ഒപ്പം നിൽക്കണം. അതിനുശേഷം അവർ മുത്തശ്ശിയെ കാണും. അങ്ങനെ മുത്തശ്ശിയുടെ സമ്മതത്തോട് കൂടിയിട്ട് അവരെല്ലാവരും കൂടെ കൂടിച്ചേർന്നിട്ട് ഓഹരി വേണം എന്ന് ആവശ്യപ്പെടുകയാണ്. പക്ഷേ നമുക്കറിയാലോ രാഘവൻ്റെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും, അതുപോലെ വലിയൊരു ക്രൂരതയുള്ള മനസ്സിന് ഉടമ കൂടിയാണല്ലോ രാഘവൻ. അങ്ങനെ മുകുന്ദൻ ശ്രമിക്കുമെങ്കിലും, അതായത് ഓഹരി ഭാഗം വയ്ക്കുവാനായിട്ട് ശ്രമിക്കുമെങ്കിലും അതൊന്നും നടപടിയാവില്ല. ഒറ്റയ്ക്ക് സുഖിക്കാൻ തന്നെയായിരിക്കും രാഘവൻ്റെ തീരുമാനം, ഈ സ്വത്ത് മുഴുവൻ. അങ്ങനെ വലിയൊരു വൈരാഗ്യം മുകുന്ദന് രാഘവനോട് തോന്നുകയാണ്. ആപത്തിൽ സഹായിച്ചതുമില്ല, പക്ഷേ
അർഹതപ്പെട്ടത് കൊടുത്തതുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് മുകുന്ദൻ്റെ ചിന്തകളും രീതികളും എല്ലാം മാറാനായിട്ട് പോകുന്നത്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അത് വലിയൊരു അപകടം മുകുന്ദൻ ഉണ്ടാക്കുമോ എന്നൊരു വിഷമം ഒരു 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 വിഷമം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വൈരാഗ്യത്തോടു കൂടി പല കാര്യങ്ങളും ചിന്തിച്ച് കൂട്ടും. അവസാനം രാഘവനെ ഇല്ലാതാക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്ന രീതിയിൽ പോലും ചിന്തകളിലേക്ക് മുകുന്ദനെത്തും. അങ്ങനെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്ന ചില സീനുകളൊക്കെ. അങ്ങനെ അതിന് ശേഷം രാഘവൻ ഒരു രീതിയിലും താൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് അടുക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് മുകുന്ദൻ എന്താണെങ്കിലും ഇനി രാഘവനെ ഇല്ലാതാക്കിയേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ തനിക്ക് കിട്ടാനുള്ള ഓഹരികൾ ശംഖുചക്രത്തിൽ നിന്ന് കിട്ടത്തുള്ളൂ എന്ന് മുകുന്ദൻ മനസ്സിലാക്കുകയാണ്. അതിനുശേഷമാണ് ഇന്ദുവിനോട് കൂടി ചേർന്ന് ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കി ചില ഗുണ്ടകളൊക്കെ ഏർപ്പാടാക്കും. കാരണം അത്രയധികം കഷ്ടത നിറഞ്ഞൊരവസ്ഥയിലൂടെയാണ് മുകുന്ദൻ പോകുന്നത്. രാഘവനാണെങ്കിൽ കണ്ണിൽ ചോരയില്ലാത്ത രീതിയിൽ ഓരോരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുകയാണ്. പിന്നെ എന്തിനാണ് താനായിട്ട് വലിയ മനുഷ്യത്വപരമായിട്ട് ഇടപെടുന്നത് എന്ന് മുകുന്ദനും ആലോചിച്ച് കൂട്ടും. അങ്ങനെയാണ് ചില ഗുണ്ടകളൊക്കെ ഏർപ്പാടാക്കാനായിട്ട് പോകുന്നത് ഇന്ദുവിൻ്റെ അറിവോട് കൂടിയിട്ട്. ഇന്ദുവിനും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. തൻ്റെ ഭർത്താവ് ഇത്രയും വലിയൊരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടും രാഘവൻ സഹായിച്ചില്ല. അപ്പോൾ ഇന്ദുവിൻ്റെ മനസ്സിലും എന്താ പറയുക, പകയുടെ കനലുകൾ ഇങ്ങനെ എരിയുന്നുണ്ടാവും ആ ഒരു സമയത്ത്. അങ്ങനെയാണ് അവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ട് ചില ഗുണ്ടകളെ ഏർപ്പാടാക്കുകയും രാഘവനെ തീർത്ത് കളയാനുള്ള ചില പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നത്. പക്ഷേ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള ചോദ്യം കേട്ടോ. അങ്ങനെ വിജയിച്ചില്ലെങ്കിൽ ഇന്ദുവിൻ്റെയും മുകുന്ദൻ്റെയും സ്ഥാനം ശംഖുചക്രത്തിന് പുറത്തായിരിക്കും. അവർക്കൊരിക്കലും ഇനി ശംഖുചക്രത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്താണെങ്കിലും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, രാഘവൻ്റെ ഈ സ്വഭാവം കൊണ്ട് ക്രൂരത നിറഞ്ഞ സ്വന്തം കൂടപ്പിറപ്പാണെങ്കിൽ പോലും ഒരിറ്റു സ്നേഹം പോലും അയാൾക്കില്ല കേട്ടോ. രാഘവൻ്റെ ഈ മൈൻഡ് സെറ്റ് കൊണ്ടാണ് ശംഖുചക്രത്തിൽ പോലും അയാൾക്ക് സപ്പോർട്ടായിട്ട് ആരും തന്നെയില്ല. ഒരേ ഒരാൾ മാത്രമേ സത്യത്തിൽ രാഘവന് സപ്പോർട്ടായിട്ടുള്ളൂ. അത് നന്ദിനി മാത്രമാണ്. മുകുന്ദൻ സപ്പോർട്ടില്ല, ഗോവിന്ദൻ സപ്പോർട്ടില്ല, മുത്തശ്ശിക്കും ഒരു രീതിയിലും രാഘവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. വിതയ്ക്കുന്നതേ കൊയ്യൂ എന്ന് പറയുന്നത് പോലെയാണ്. അനുപമ കൂടെ നിൽക്കുന്നത് പോലെ അഭിനയിക്കുന്നത് മാത്രമാണ്. അവസരം കിട്ടിക്കഴിഞ്ഞാൽ രാഘവനെ കൊന്നിട്ടാണെങ്കിലും സ്വത്ത് നേടിയെടുക്കാനുള്ള കളികളെ അനുപമ പോലും കളിക്കത്തുള്ളൂ കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താണെങ്കിലും ഞാൻ ഈ ഒരു പ്രൊമോയിൽ പറഞ്ഞതുപോലെ രാഘവനെതിരെ എന്തെങ്കിലും അതിക്രൂരമായ ചില കാര്യങ്ങളിലേക്ക് മുകുന്ദൻ കടക്കും. പക്ഷെ അത് മുകുന്ദന് തന്നെ വലിയ പാരയായി മാറാതെ ഇരിക്കട്ടെ എന്നാണ് കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മുകുന്ദന് ഇനി ഒരിക്കൽ പോലും ശംഖുചക്രത്തിലേക്ക് തിരിച്ചു കയറാനായിട്ട് പറ്റത്തില്ല. അത് മാത്രമല്ല, ഒരുപക്ഷെ മുകുന്ദനെ ഇല്ലാതാക്കി കളയുവാൻ പോലും രാഘവന് മടിയുണ്ടാകത്തില്ല. കാരണം രാഘവൻ്റെ ഉള്ളിൽ സ്വത്തെല്ലാം താൻ തന്നെ കൈക്കലാക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതിന് പുറമെ തന്നെ കൊല്ലാനായിട്ട് കൂടി ചില പ്ലാനുകൾ മുകുന്ദൻ തയ്യാറാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മുകുന്ദൻ്റെ ജീവൻ പോലും എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മടിയും രാഘവൻ കാട്ടത്തില്ല കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയൊരു സംഭവങ്ങളൊക്കെ വരാനായിട്ട് പോവുകയാണ്. എന്താണെങ്കിലും കാത്തിരിക്കുക. എന്താണെങ്കിലും നാളെ പ്രൊമോയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും സംഭവങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വീഡിയോസ് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.